സ്നേഹിതൻ, കല്യാണക്കുറിമാനം, സ്വപ്നം കൊണ്ട് തുലാഭാരം തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് നന്ദന. കുറച്ചു വർഷം മാത്രം സിനിമാ രംഗത്ത് തുടർന്ന നന്ദന വളരെ കുറച്ച് സിനിമകളിലെ അഭിനയിച്ചിട്ടുമുള്ളൂ. എങ്കിലും ഒരു പാവം പിടിച്ച പെൺകുട്ടിയുടെ മുഖത്തോടെ സിനിമയിൽ തിളങ്ങിയ നന്ദനയെ ഇന്നും ആരാധകർക്ക് ഓർമ്മയുണ്ട്. വെറും 4 വർഷമാണ് നന്ദന സിനിമയിൽ തിളങ്ങിയത്. അതിനിടയിൽ പ്രണയവും വിവാഹവുമെല്ലാം കഴിഞ്ഞു. നന്ദനയെ പെണ്ണുകണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ മുൻവിധിയോടെ പോയ നടൻ്റെ കുടുംബം തിരിച്ചു വന്നത് ആ സത്യമറിഞ്ഞതിൻ്റെ ഞെട്ടലോടെയായിരുന്നു. അച്ഛൻ്റെ ബന്ധുക്കളെല്ലാം ആർമിയിലാണ്, അമ്മയുടെ ബന്ധുക്കളെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥരും. പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നന്ദന 2002 സ്നേഹിതനിലൂടെ ചാക്കോച്ചൻ്റെ നായികയായി സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് സ്വപ്നം കൊണ്ട് തുലാഭാരം, സേതുരാമയ്യർ, CBI, ചതിക്കാത്ത ചന്തു തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് രണ്ടാമത്തെ തമിഴ് ചിത്രമായ സാതുരിയാനിലേക്ക് നടി എത്തിയത്. 2005 ഇത്. ആ ചിത്രത്തിൽ നായകനായി എത്തിയത് തമിഴിലെ പ്രശസ്ത സംവിധായകനും നടനുമായ ഭാരതിരാജയുടെ മകൻ മനോജ് ഭാരതിരാജയായിരുന്നു. ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് മനോജും നന്ദനയും ആദ്യമായി കണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ മനോജിന് നന്ദനയെ ഇഷ്ടമാവുകയായിരുന്നു. ആ പ്രണയം മനസ്സിൽ വെച്ചായിരുന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് മുഴുവൻ പൂർത്തിയാക്കിയത്. മനോജിൻ്റെ ഇഷ്ടം വ്യക്തമായി മനസ്സിലാക്കിയ നന്ദനയും അവസാന ദിവസമായപ്പോഴേക്കും മനോജിനെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു. ഒടുവിൽ പോണ്ടിച്ചേരിയിൽ വെച്ചുള്ള ഒരു ഗാനരംഗത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകവേ രണ്ടുപേരും നിരാശയിലായിരുന്നു. ഇനി എപ്പോൾ കാണാൻ പറ്റുമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കവെയാണ് കാറിൽ കയറാൻ നേരം നന്ദന മനോജിനെ തിരിഞ്ഞു നോക്കിയത്. നന്ദനയുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകിയതും മനോജ് കണ്ടു. പിന്നീട് മെസ്സേജുകളിലൂടെയായിരുന്നു സംസാരം. അങ്ങനെ ഫോൺ വിളിച്ചു. ഇഷ്ടം പറഞ്ഞപ്പോൾ കരച്ചിലായിരുന്നു നന്ദനയുടെ മറുപടി. തുടർന്ന് അമ്മയോടും അച്ഛനോടും സംസാരിച്ചു. സുഹൃത്തു വഴി മനോജ് സ്വന്തം വീട്ടിലും ഇക്കാര്യം അവതരിപ്പിച്ചു. എന്നാൽ അവർക്ക് ഇഷ്ടമായില്ല. ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാനായിരുന്നു അച്ഛൻ എല്ലാവർക്കും നിർദ്ദേശം നൽകിയത്. എന്നാൽ കോഴിക്കോട് നന്ദനയുടെ വീട്ടിലെത്തിയപ്പോൾ നന്ദനയുടെ കുടുംബത്തെ കണ്ട് എല്ലാവരും ഭ്രമിച്ചുപോയി. ഇതിലും നല്ലൊരു പെൺകുട്ടിയെ മനോജിന് ഇനി ലഭിക്കില്ല എന്നായിരുന്നു പെണ്ണു കാണാനെത്തിയ പെരിയപ്പയും വീട്ടുകാരും നൽകിയ മറുപടി. അങ്ങനെ തൊട്ടടുത്ത വർഷം കോഴിക്കോട് വെച്ച് തന്നെ വിവാഹവും നടന്നു. പിന്നാലെ ചെന്നൈയിൽ വെച്ച് വലിയ ഫംഗ്ഷനും നടത്തി. അങ്ങനെ കോടീശ്വര കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ചു കയറിയ നന്ദന ഇപ്പോൾ 2 പെൺമക്കളുടെ അമ്മയായി ജീവിതം നയിക്കുകയാണ്. അർത്തിക, മതിവദനി എന്നിവരാണ് മക്കൾ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.